ഓപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാത്തമാറ്റിക്സ് മെൻ്റൽ എബിലിറ്റി കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കിതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പദങ്ങളുടെ വ്യത്യാസത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. പദങ്ങളുടെ വ്യത്യാസത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ രണ്ട് ശ്രേണിയിലെയും പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. ആ 9നെ എണ്ണമായ 20 വെച്ച് ഗുണിച്ചാൽ മതി. ആൻസർ 180 എന്ന് വരും. ഒന്നാമത്തെ ചോദ്യം, ഒരു നഗരത്തിലെ 5% ജനസംഖ്യ കൊറോണ ബാധിച്ചു മരിച്ചു. ബാക്കിയുള്ള ജനസംഖ്യയിൽ 20% ജനങ്ങൾ നഗരം വിട്ടുപോയി. നഗരത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 1,25,596 ആണെങ്കിൽ നഗരത്തിലെ മൊത്തം ജനസംഖ്യ എത്രയായിരുന്നു? നഗരത്തിലെ 5% ജനങ്ങൾ കൊറോണ ബാധിച്ച് മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലായ്പ്പോഴും ശതമാനത്തിൽ ആകെ എന്ന് പറയുന്നത് 100% എന്നാണ് പറയുന്നത്. അതിൽ 5% ജനങ്ങൾ കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി ആ നഗരത്തിൽ 95% ജനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ നഗരത്തിൽ 95% ജനങ്ങളുണ്ട്. ഈ 95% ജനങ്ങൾ, അതായത് ബാക്കിയുള്ളതിൽ 20% ജനങ്ങൾ നഗരം വിട്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 95ൻ്റെ 20% ജനങ്ങൾ നഗരം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ബാക്കി ആ നഗരത്തിൽ 80% ജനങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്ന് പറയുന്നത് 76% ആയിരിക്കും. അതെന്ന് പറയുന്നത് 76% ആയിരിക്കും. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നഗരത്തിൽ 1,25,596 ജനങ്ങളുണ്ട്. അതായത് ഈ 76% തുല്യമായ നമ്പറാണ് 1,25,596 എന്ന് പറയുന്നത്. ആ നഗരത്തിലെ ആകെ ജനസംഖ്യ എത്ര ആയിരുന്നു എന്ന് ചോദിച്ചാൽ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. 100ഉം ഈ പറയുന്ന 1,25,596 കൂടെ ഗുണിച്ചിട്ട് അതിനെ 76 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 1,65,258 എന്ന് വരും. മൂന്നാമത്തെ ചോദ്യം, വിട്ടുപോയ ചിഹ്നങ്ങൾ കണ്ടെത്തുക. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അങ്ങനെയാണ് നോക്കി, 9 × 8 + 8 ഹരണം 4 - 9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം നമ്മൾ ഹരണം ചെയ്യുമ്പോൾ 9 × 8 + 2 - 9 എന്ന് വരും. 72 + 2 - 9 74 - 9 65 എന്ന് വരും. നാലാമത്തെ ചോദ്യം, 2012 സെപ്റ്റംബർ 12 ബുധനാഴ്ച ആയാൽ 2022 സെപ്റ്റംബർ 22 ഏതാഴ്ച? നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 2012 സെപ്റ്റംബർ 12 ബുധനാണ് എങ്കിൽ 2022 സെപ്റ്റംബർ 22 ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. 2012 സെപ്റ്റംബർ 12 ബുധനാണെങ്കിൽ 2022 സെപ്റ്റംബർ 12 ഏത് ദിവസമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, ഈ 2012 മുതൽ 2022 വരെ എത്ര വർഷമുണ്ടെന്ന് നോക്കുക. എന്ന് പറയുമ്പോൾ 10 വർഷമാണ്. ഈ 10 വർഷത്തിനുള്ളിൽ എത്ര തവണ അതിവർഷം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നോക്കുക. അതിവർഷം എന്ന് പറയുമ്പോൾ 4 വർഷം വീതം കൂടുമ്പോൾ വരുന്നത്. അപ്പോൾ 10നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ 2, 4, 8 ബാലൻസ് 2 തവണ അതിവർഷം വരും. 2 തവണ. ഈ 2 നമ്പറും കൂടെ കൂട്ടിയിട്ട് അതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കൂട്ടിയാൽ നമ്മൾക്ക് 2022 സെപ്റ്റംബർ 12 കിട്ടും. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2022 സെപ്റ്റംബർ 22 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 എന്ന് പറഞ്ഞത് 22 ആകണമെങ്കിൽ ഒരു 10 ദിവസവും കൂടി ഉണ്ടായിരിക്കും. 10 ദിവസവും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കി, 2012 മുതൽ 2022 വരെ 10 വർഷമുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ 2 തവണ അതിവർഷം വന്നിട്ടുണ്ട്. ഈ 12ന് ശേഷം 22 ആകണമെങ്കിൽ പിന്നെയും ഒരു 10 ദിവസം കൊണ്ട് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് 3 കൂടെ കൂട്ടുക. ആ കൂട്ടി കിട്ടുന്നതിനെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോഴുള്ള ശിഷ്ടം കൂട്ടുക. 10ഉം 2ഉം 12, 10ഉം 22 എന്ന് വരും. ആ 22നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 7, 3, 21 ബാലൻസ് 1 എന്ന് വരും. നമ്മുടെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ ബുധൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ മതി. ഉത്തരം എന്ന് പറയുമ്പോൾ വ്യാഴം. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അവിടെ നിന്ന് നേരെ ലംബമായി 3 മീറ്റർ മുന്നോട്ടും അവിടെ നിന്ന് 4 മീറ്റർ വലത്തോട്ടും വീണ്ടും 2 മീറ്റർ ഇടത്തോട്ടും സഞ്ചരിച്ചു. ഇപ്പോൾ കുട്ടി നിൽക്കുന്ന ദിശ ഏത്? വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കുട്ടി 3 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചു. അവിടുന്ന് നേരെ വലത്തോട്ട് 4 മീറ്റർ സഞ്ചരിച്ചു. അവിടുന്ന് നേരെ ഇടത്തെ സൈഡിലേക്ക് വീണ്ടും 2 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നു എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് വടക്ക് ദിശയിലേക്കായിരിക്കും നോക്കി നിൽക്കുന്നത്. ചോദ്യം, A = 3b/4, B = 3c/2, C = 2d/3 ആയാൽ B/D എത്ര? A = 3b/4 എന്ന് പറയുമ്പോൾ നമ്മൾക്കിതാണ് ഇങ്ങനെ പറയാം.
4A = 3B എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് A:B എന്ന് പറയുമ്പോൾ 3:4 എന്നും പറയാം. അപ്പോൾ A:Bയുടെ വാല്യൂ 3:4 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് B = 3C/2 എന്ന് പറയുമ്പോൾ 2B = 3C എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ B:C എന്ന് പറയുമ്പോൾ 3:2 എന്നും പറയാം. ഇവിടെ നമ്മൾക്ക് C = 2D/3 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയാം 3C = 2D എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ C:D എന്ന് പറയുന്നത് 2:3 എന്നും പറയാം. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് B:D എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, B:C എന്ന് പറയുന്നത് 3:2 ആണ്. C:D എന്ന് പറയുന്നത് 2:3 ആണ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം B:D, അതായത് B:D എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ളതും രണ്ടാമതുള്ളതും ഗുണിക്കുക. 6:6 എന്ന് വരും. ഉത്തരം 1:2. ചോദ്യം: രാജന് ഒരു ജോലി ചെയ്യാൻ 30 ദിവസം വേണം. സുഭാഷിന് രാജനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ സുഭാഷ് ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? നമുക്ക് ഈ ചോദ്യത്തിൽ രാജനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ് സുഭാഷിന് എന്ന് പറയുമ്പോൾ രാജൻ്റെ കാര്യക്ഷമത 100 ആണെങ്കിൽ സുഭാഷിൻ്റെ കാര്യക്ഷമത നമ്മൾക്ക് 150 എന്ന് പറയാം. ഈ 100 കാര്യക്ഷമത വെച്ച് രാജൻ 30 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആകെ ജോലി എത്രയാണെന്ന് ചോദിച്ചാൽ 100 × 30 ആൻസർ 3000 എന്ന് പറയാം. ഈ 3000 ജോലി ചെയ്യാൻ സുഭാഷ് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ ആ 3000നെ 150 സുഭാഷിൻ്റെ കാര്യക്ഷമതയായ 150 കൊണ്ട് ഹരിച്ചാൽ മതി. 0 പോയി നിങ്ങൾക്ക് 30/15 എന്ന് പറയുമ്പോൾ ആൻസർ 20 ദിവസം എന്ന് വരും. ചോദ്യം: 1/3 (2) മൈനസ് 1/2 (3) ഹരണം 1/4 (2) എത്ര? ഈ ചോദ്യത്തിന് ചെയ്യാനായിട്ടുള്ള അറിവിലേക്കാണ് ഇങ്ങനെ പറയാം. A/B (n) എന്ന് പറഞ്ഞാൽ B/A (n) എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആണ് നോക്കി, ഇവിടെ നിങ്ങൾക്ക് 1/3 (2) എന്ന് പറയുമ്പോൾ 3/1 (2) മൈനസ് ഇവിടെ 2/1 (3) ഹരണം ഇവിടെ വരുമ്പോൾ 4/1 നമ്മൾക്ക് 2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ നിങ്ങൾക്ക് 3² - 2³ എന്ന് വരും. ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം അത് തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 1/4² എന്നും വരും. അപ്പോൾ നോക്കി, 9 - 8 ഇൻറ്റു നിങ്ങൾക്ക് 1/1/16 എന്ന് വരും. അപ്പോൾ 1 × 1/16 എന്ന് വരും. ആൻസർ 1/16 എന്ന്. ചോദ്യം: ഒരു കച്ചവടക്കാരൻ 20 ഡസൺ ചോക്ലേറ്റുകൾ ഒരു ഡസന് 10 രൂപ നിരക്കിൽ വാങ്ങുകയും ഒരു കഷ്ണത്തിന് 2 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു. 100 രൂപ വാഹനത്തിനും കൂടി ചെലവാക്കിയാൽ വ്യാപാരിയുടെ ലാഭശതമാനം എത്ര? ആ കച്ചവടക്കാരൻ 20 ഡസൺ ചോക്ലേറ്റുകൾ ഡസന് 10 രൂപ നിരക്കിൽ വാങ്ങി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആകെ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചാൽ 20 × 10 ആൻസർ 200 ആയിരിക്കും. അയാൾ വാഹനത്തിന് വാഹന ചെലവിൻ്റെ കൂലിയായി 100 രൂപ നൽകി. അങ്ങനെയാണെങ്കിൽ ആകെ ചിലവ് എന്ന് പറയുന്നത് ഈ 200ൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടിയാൽ ആൻസർ 300 ആയിരിക്കും. ഇതാണ് അയാളുടെ ആകെ ചിലവായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണത്തിന് 2 രൂപ വെച്ച് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 ഡസൺ ചോക്ലേറ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ എത്ര കഷ്ണമുണ്ടെന്ന് ചോദിച്ചാൽ കഷ്ണത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 20 × 12 ആൻസർ 240 എന്ന് വരും. ഒരു കഷ്ണത്തിന് 2 രൂപ വെച്ച് വിറ്റാൽ അയാൾ വിറ്റ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 240നെ 2 വെച്ച് ഗുണിക്കണം. ആൻസർ 480 എന്ന് വരും. അപ്പം നോക്കി, അയാൾ ആകെ ചെലവാക്കിയിരിക്കുന്ന വില എന്ന് പറയുമ്പോൾ 300 രൂപയാണ്. അയാൾക്ക് ആകെ ലഭിച്ച വില എന്ന് പറയുന്നത് 480 രൂപയാണ്. അങ്ങനെ 300 രൂപയ്ക്ക് ചെലവാക്കി അല്ലെങ്കിൽ വാങ്ങിച്ചു, 480 രൂപയ്ക്ക് അയാൾ വിറ്റിരിക്കുന്നു. അയാളുടെ ലാഭം എന്ന് പറയുമ്പോൾ ഈ വിറ്റ വിലയായ 480 ന്ന് 300 കുറച്ചാൽ മതി. ആൻസർ 180 ആയിരിക്കും. ഇനി ലാഭശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ലാഭം ബൈ ആ വാങ്ങിയ വില അല്ലെങ്കിൽ ചെലവായ വില ഇൻറ്റു 100 എന്ന് പഠിക്കണം. 0 ക്യാൻസൽ ആയിപ്പോയി. 180/3 എന്ന് പറയുമ്പോൾ 60% ലാഭം ലഭിച്ചു. അടുത്തൊരു സെറ്റ് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം.